നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ചേട്ടാ, പ്രിയങ്ക ഗാന്ധിയിലങ്ങ് തുടങ്ങാം അല്ലേ? കുറച്ച് ദിവസമായി പ്രസന്ന വേഷം. അതെ, നമുക്ക് കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിൽ ഒറ്റപ്പെടുന്നു എന്നുള്ള ഒരു വലിയ വ്യാപകമായ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു. ആ കൂട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധി. കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ ഉണ്ടായ പ്രതീക്ഷകൾക്കൊത്ത് അവർ ഉയർന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഉയർന്നിട്ടില്ല എന്ന് തന്നെ പറയണം. ഈ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജനാധിപത്യ സമൂഹത്തിലെ ഏറ്റവും ഉന്നതമായ ബോഡിയാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ നിയമനിർമ്മാണം, ജനങ്ങളുടെ ക്ഷേമം അടക്കം എല്ലാത്തിൻ്റെയും എന്താ പറയുക തായ്വേരെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. അവിടെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ രഹസ്യ അവകാശപ്പെടുന്ന രണ്ട് സഹോദരങ്ങളാണ് പ്രബലരാകുന്ന ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസിന് ഇനി നയിക്കാനുള്ള രാഹുൽ ഗാന്ധിക്ക് തൊട്ടടുത്ത് തന്നെ പ്രിയങ്ക ഗാന്ധിയും ഇനിയും ഉണ്ടാകും എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് പോയത്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു, ഇന്ത്യയിൽ ഇപ്പോൾ നിർമ്മലാ സീതാരാമനൊക്കെ അക്കാഡമിക്കലി ഭയങ്കര ഇതാണെങ്കിലും ഒരു ക്രൗഡ് പുള്ളർ നേതാവ് എന്ന നിലയിൽ നിലവിൽ രാഷ്ട്രത്തിൽ ഒരു നേതാവില്ല, ഒരു വനിതാ നേതാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയുള്ള പല എന്താ പറയുക, നമ്മൾ പ്രതീക്ഷകൾ അസ്ഥാനത്താവുകയാണ്. പ്രതീക്ഷകളാണ് പ്രിയങ്ക ഗാന്ധി കണ്ടത്. പക്ഷേ ചെന്ന് കയറി കൊടുത്ത ദിവസം മുതൽ ഇതുവരെയും പ്രിയങ്ക ഗാന്ധി കാണിച്ചു വന്നിട്ടുള്ള മണ്ടത്തരങ്ങളുടെ ലിസ്റ്റ് എടുക്കാൻ പോയി ഒരുപാടുണ്ടായിരിക്കും. ഹിമാചൽ പ്രദേശിലെ കാര്യം തന്നെ എടുക്കാം. ഹിമാചൽ പ്രദേശ് സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ്. കോൺഗ്രസ് ആണോ ഭരിക്കുന്നത് എന്ന കാര്യം അവർക്ക് അറിയില്ലായിരുന്നോ, അത് ആരെങ്കിലും പറഞ്ഞെടുത്ത് കാണാതെ ഒഴിച്ചോണെന്ന് പറഞ്ഞാണോ, സംസ്ഥാനത്തിന്റെ പേര് മാറിപ്പോയതാണോ സംശയിക്കേണ്ടിയിരിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞിട്ടുള്ള അവരുടെ അർത്ഥം പേരും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഹിമാചൽ പ്രദേശിൽ വീടുണ്ട് എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ സ്വത്ത് വിവരങ്ങളുടെ കൂട്ടത്തിൽ ഹിമാചൽ പ്രദേശിൽ വീടുണ്ടെന്നോ. പക്ഷെ ഇത് ഭയങ്കര അബദ്ധമെന്നല്ല പറയേണ്ടത്, അജ്ഞതയെന്നാണ് പറയേണ്ടത്. കാര്യം അവർ എന്തിൻ്റെ പുറത്താണ് അങ്ങനെ സംസാരിച്ചത്. മാത്രമല്ല ഈ ഷോ ഓഫുകൾ, അതായത് ഒന്ന് നമുക്ക് എന്തെങ്കിലും വിഷയത്തിൽ രാഷ്ട്രീയ നിലപാടുണ്ടെങ്കിൽ അത് പറയുക എന്നുള്ളതാണ്. ചില ആളുകൾ എന്ത് ചെയ്യും, ഇപ്പം കരിങ്കൊടി പ്രതിഷേധം കാണിക്കും, കരിങ്കൊടി കാണിച്ച് അതൊരു പ്രതീകാത്മകമായി കാണിക്കുന്നവരുണ്ട്. പക്ഷേ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു 2 ബാഗുകൾ 2 ദിവസങ്ങളായി 2 വേഷങ്ങളിലൊക്കെ വരികയുണ്ടായി. ഒന്ന് ഫലസ്തീന് അനുകൂലമായിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം ബംഗ്ലാദേശിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ മൈനോറിറ്റീസ് ഇങ്ങനെ ഷോ ഓഫ് കാണിക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പ്രസംഗം ഞാൻ കേട്ടിരുന്നു. പ്രസംഗത്തിലുടനീളം പ്രിയങ്ക ഗാന്ധി സംസാരിച്ചിരുന്നത് മുഴുവനും അബദ്ധങ്ങളാണെന്നാണ് വ്യക്തിപരമായ എൻ്റെ ഒബ്സർവേഷൻ. കാരണം പ്രിയങ്ക ഗാന്ധി ഞാൻ പറഞ്ഞല്ലോ, പ്രതീക്ഷകളുടെ അമിതഭാരം ഉള്ളതുകൊണ്ടായിരിക്കും ഒരു വിഷമം തോന്നുന്നത്. എപ്പോഴും അങ്ങനെയാണ്. അത് പലരും പറയും. ഈ ക്രിക്കറ്റ് കളിയിൽ പലരും സച്ചിൻ ടെണ്ടുൽക്കറിനെ വിമർശിക്കാറുണ്ട്. അദ്ദേഹം ഭയങ്കര സ്വന്തം കാര്യം നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ. അപ്പോൾ അതങ്ങനെ അതേക്കുറിച്ച് ഒരു ക്രിക്കറ്റ് വരെ പ്രമുഖനായ ഒരാളുടെ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സച്ചിൻ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ സച്ചിൻ അങ്ങനെ ആകാൻ നിർബന്ധനാവും. കാരണം ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കണം സച്ചിൻ എന്തെന്നുള്ളത്. അതുപോലെയാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധി ഇതിനകത്ത് അടിസ്ഥാനപരമായി ചെയ്തൊരു സാധനം ചെന്ന് കയറി ഉടനെ തന്നെ ചെയ്തിട്ടുള്ളത് അംബാനി അദാനി വിമർശനം. ഇവരെല്ലാവരും തന്നെ കോർപ്പറേറ്റുകളുടെ തലയിലേക്ക് കയറുക എന്നുള്ളൊരു രീതി ഇവരെല്ലാ കാലഘട്ടങ്ങളിലും പുലർത്തിയിട്ടുണ്ട്. കോർപ്പറേറ്റുകൾക്ക്, അതായത് നമുക്കറിയാം ഇന്ത്യയിൽ 1991 മുൻപ് തന്നെ ഈ സോഷ്യലിസം എന്ന് പറഞ്ഞൊരു അടിസ്ഥാനപരമായ ആശയം മുന്നോട്ട് വരികയും ഇത് സാമ്പത്തിക മേഖലയിൽ ചേട്ടനറിയാം ലൈസൻസ് രാജ് ഉൾപ്പെടെയുള്ള അതിഭീകരമായിട്ടുണ്ടായിരുന്ന നിയന്ത്രണങ്ങളൊക്കെ എടുത്തു മാറ്റി 91 അമെൻമെന്റോട് കൂടിയാണ്. സാമ്പത്തിക പരിഷ്കരണങ്ങൾ മാറ്റിയത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ വ്യവസായികളാണ് സത്യത്തിൽ ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത്, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഇവർ ഈ രാഷ്ട്രത്തിന് കൊടുക്കുന്ന നികുതി പണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളത്, നമ്മൾ പറയില്ല, അറിയില്ലെങ്കിൽ പഠിക്കണം മിസ്റ്റർ എന്ന് പറയേണ്ടി വരും. കാര്യം അതെല്ലാം അറിയുകയോ അറിയാതിരിക്കുകയോ ചെയ്തിട്ട് ചുമ്മാ കിടന്ന് ബഹളം വെക്കുകയാണ്. മാത്രമല്ല, BJPയെ അല്ലെങ്കിൽ NDA സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ പറ്റുന്ന പല വിഷയങ്ങളിലും അഭിപ്രായമോ ചർച്ചയോ നടത്താറില്ല. അതാണ്. മാത്രമല്ല, ഇത്തരം ഈ പ്രകടനങ്ങൾ ചീറ്റി പോകാറുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഫലസ്തീന് അനുകൂലമായി ഈ തരത്തിൽ ബാഗ് കൊണ്ടുവന്നു. അപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത്, അവർ ബാഗ് കൊണ്ട് നടക്കുന്നു, പക്ഷേ ഞങ്ങളുടെ UP ചെറുപ്പക്കാർ ഇസ്രായേലിൽ പോയി 1-2 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ചവർക്ക് താമസവും ഭക്ഷണവും പ്ലസ് 1-2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. ഇസ്രായേലിന്റെ പിന്തുണ, ഇവിടുന്ന് ആയുധ കയറ്റുമതി ആയാലും എത്രയോ വിഷയങ്ങളിൽ ഇസ്രായേലിന് അനുകൂലമായി രാത്രി ഉറങ്ങുന്നതിന്റെ പിന്നിൽ ഇസ്രായേലും ഉണ്ട്. കാരണം അവരത് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ്, നമ്മൾ കൊണ്ടുപോയി നടക്കുന്ന സ്ഥലം കാണാൻ ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പ്, എന്ത് വേണ്ട വളരെ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങളിൽ പേറ്റന്റ് സത്യത്തിൽ ഇസ്രായേലിന്റെ കയ്യിലിരിക്കുകയാണ്. ഇതൊന്നും അറിയില്ലാതെ ഇസ്രായേൽ വിരുദ്ധത വെറുതെ പറയുകയാണ്. മാത്രമല്ല, അംബാനി അദാനി എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ വിഴിഞ്ഞത്തെ ഇവിടെ CPM-കാർ വലിയ രീതിയിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ എതിർത്ത സമയത്ത് വിഴിഞ്ഞം കാരണം മാത്രം എത്രയോ തൊഴിൽ സാധ്യതകളുണ്ടായി. സർക്കാരിന്റെ ഖജനാവിൽ, പാപ്പരായിരിക്കുന്ന കേരള സർക്കാരിന്റെ ഖജനാവിൽ ഏറ്റവും കൂടുതൽ പണം കൊണ്ടുവന്ന് നടക്കുന്നത് വിഴിഞ്ഞത്താണ്.
അപ്പോൾ ഇതൊന്നും മനസ്സിലാവാതെ എന്തെങ്കിലുമൊക്കെ വായിൽ വരുന്നത് വിളിച്ചു പറയുക എന്ന രീതിയിലേക്ക് അധപ്പതിച്ചു. കാര്യം അതൊരു അധപ്പതനമെന്നേ പറയാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല വയനാടിനെ അഡ്രസ്സ് ചെയ്ത് ഇവർക്ക് ഒരു പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റില്ല. വയനാടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടുത്തെ ബേസിക് പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇന്നും പ്രസംഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. വയനാട് എന്തുകൊണ്ട് കേന്ദ്ര സഹായം കിട്ടില്ല, നമ്മൾ ഇന്നലെ പറഞ്ഞാണത്. വയനാട് എന്തുകൊണ്ട് കേന്ദ്ര സഹായം കിട്ടില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം. അതിന് കൃത്യമായി ഇവർ കൊടുത്ത കണക്കും കാര്യങ്ങളൊക്കെ പാർലമെന്റ് പ്രസന്റ് ചെയ്യണം. നമ്മൾ തമിഴ്നാട്ടിൽ നിന്നുള്ള MP കണ്ടുനോക്ക്, അവരെ നാടിന് വേണ്ടി അവർ ആഞ്ഞ് പോരാടും. അതാണ് അവർ DMK ADMK ഒന്നുമില്ല, അവർ ചോദിച്ചു വാങ്ങും അവർക്ക് വേണ്ട ഓരോ കാര്യങ്ങൾ. അതായത് ഇതിന് ഇൻ ബിറ്റ്വീൻ ഈ സമയത്ത് റെയിൽവേ ബില്ലും പല സാധനങ്ങളും ഒക്കെ BJP അതിൻ്റെ ഇടയിൽ തന്നെ ഈ ബഹളത്തിനിടയിലൊക്കെ ബില്ല് നിയമമായിട്ട് പാസ്സാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് മാത്രമല്ല BJP സർക്കാരിൻ്റെ അമെൻമെൻറ്റ് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചൊക്കെ ഇവർ വാദോരത സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ അമെൻമെന്റ് നടത്തിയിട്ടുള്ളത്? കോൺഗ്രസ്സുകാരാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പ്രസിഡന്റ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വകുപ്പുകളടക്കം അമെൻഡ് ചെയ്ത് അവരുടെ ഇഷ്ടത്തിനാക്കി എടുത്തുള്ള ആളുകളാണ് പേടിച്ചാണ്. അതെ, രാജ്യത്ത് അന്നൊരു പ്രശ്നമില്ലായിരുന്നു. മാത്രമല്ല ഈ നമ്മുടെ ഇന്ത്യക്കാർ ഫാസിസം എന്ന് ഇവർ പറയുന്ന സാധനം എന്താണെന്നുള്ള കണ്ടത് അന്നാണ്. അതിന് മുൻപും പിൻപും ഇന്ത്യക്ക് അറിയില്ല ഫാസിസം കാലഘട്ടത്തില്. അന്ന് ഇത്തരത്തിലുള്ള ഈ ഭീകരമായ ഭരണവിരുദ്ധ നടത്തിയ ഒരുപക്ഷെ കേരളമായിരിക്കാം ഉള്ളതിൽ ഭേദം എന്ന് പറയപ്പെടുന്നുണ്ട് അക്കൂട്ടത്തിൽ. ബാക്കി അപ്പോൾ മാത്രമല്ല ഞാൻ പലപ്പോഴും BJP നമ്മളെപ്പോഴും എല്ലാവരും എന്തെങ്കിലും തരത്തിൽ BJP കൊണ്ടുവരുന്ന നിയമങ്ങളിൽ നല്ലതുണ്ട്. ഇപ്പോൾ GST ബില്ല്, അതുപോലെ ആർട്ടിക്കിൾ 370 അമെൻഡ് ചെയ്തത്, അതുപോലെ എത്രയോ വനിതാ ബില്ല്, ഇതടക്കം ഒരുപാട് കാര്യങ്ങളിൽ BJP കൊണ്ടു. മാത്രമല്ല ഇപ്പോൾ കാർഷിക ബില്ല് കൊണ്ടുവന്ന സമയത്ത് BJP സർക്കാർ അത് പിൻവലിച്ചു. പക്ഷേ സത്യത്തിൽ അത് പ്രതിഷേധങ്ങളെ തുടർന്ന് പിൻവലിച്ച ബില്ലായിരുന്നു. പക്ഷെ അത് കാർഷിക ബില്ല് നടപ്പിലാക്കേണ്ട ഒന്നായിരുന്നു. വളരെ അഡ്വാൻസ്ഡ് ആയ പല മേഖലകളിലും BJP നടപ്പിലാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിപരമായി ആ രാഷ്ട്രീയ പാർട്ടിയോട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അതൊരു സമൂഹത്തിന് ഗുണപ്രദമാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനാണ് രാഷ്ട്രീയ നേതാക്കൾ പഠിക്കുന്നത്. അത് ചെയ്യാതിരിക്കുമ്പോൾ ഇത്തരം പരിപാടികൾ കാണിക്കുമ്പോൾ അവരൊറ്റപ്പെടും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യ മുന്നണി ഒറ്റപ്പെട്ട അവസ്ഥയിലായി. എല്ലാവരും ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കാരായ ഇവർ പോലും വിഴിഞ്ഞം അംബാനി അദാനി എതിർത്തപ്പോൾ CPM-കാരും മിണ്ടാൻ പറ്റില്ല. ഇന്ത്യ മുന്നണിപ്പെട്ട വലിയൊരു ഭാഗം പാർട്ടികൾ ഇപ്പം പറയുന്നത് മമതയെ അവരെ നേതാവാക്കണമെന്നാണ്. രാഹുൽ പ്രിയങ്ക ഗാന്ധിയും നേതാവാക്കിയിട്ട് കാര്യമില്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ തവണ ഇപ്പോൾ ഈ മമതാ ബാനർജി പറഞ്ഞത് പാർലമെന്റ് ബഹിഷ്കരിക്കില്ലെന്ന് അവർ പറഞ്ഞു. മമത പറഞ്ഞത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടത് അവരുടെ വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കാനാണ്. ഈ അദാനിയുടെ അംബാനിയുടെ പേരും പറഞ്ഞ് ഈ സഭ ബഹിഷ്കരിക്കുന്ന പരിപാടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പറ്റില്ല. എന്തൊരു നമുക്ക് ഇപ്പം ഇന്നലെ തന്നെ നമ്മൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ബില്ലുമായി ബന്ധപ്പെട്ട് ബഹളം നടക്കുന്നു. നിങ്ങൾക്ക് അഭിപ്രായം പറയാം. നിങ്ങൾ അതിന് കയറിക്കിടന്ന് ബഹളം വെച്ച് സഭ നിർത്തുക എന്ന് പറഞ്ഞാൽ അത് പണവുമായി ബന്ധപ്പെട്ട് മാത്രം. ഇതെല്ലാം നമ്മുടെ ഭരണചക്രങ്ങളിൽ ഇത് വേഗത്തെ കുറിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള സാധനമുണ്ട്. അതല്ല ഞാൻ വേണ്ടി കേട്ടെ, അതുകൂടെ ചേർത്ത് ചേട്ടാ എനിക്ക് ഉത്തരം പറയണമെന്നാണ്. അതായത് ഈ അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും വേണം എന്നുള്ളത് നമ്മൾ യോജിക്കുന്നു. പക്ഷെ ജനക്ഷേമകരമായ കാര്യങ്ങളിൽ ഒത്തുപോകാൻ പറ്റണ്ടേ? അവിടെയാണ് പ്രസക്തമായ കാര്യമുള്ളത്. ഇത് ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റമെന്ന് നമ്മുടെ മലയാളത്തിൽ പറയുന്ന ചൊല്ലിൻ്റെ വേറൊരു പതിപ്പാണിത്. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ ചെയ്താൽ ഞങ്ങൾ അംഗീകരിക്കില്ല. CPM-ന്റെ ലൈനും അങ്ങനെയാണല്ലോ. അവർ പ്രതിപക്ഷത്തിരിക്കുമ്പം എന്തെങ്കിലും കൊണ്ടുവന്നാൽ സമരം ചെയ്ത് അതിനെ പൊളിക്കും. അത് അവർ കൊണ്ടുവരും. അത് വേറെ പേരിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഡിഗ്രി ബോർഡിനെതിരെ സമരം ചെയ്തു, അവർ +2 കൊണ്ടുവന്നു. അതിലെല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അവർ എന്തിനൊക്കെതിരെ സമരം ചെയ്തോ അത് അധികാരം കിട്ടുമ്പോൾ അത് തന്നെ ചെയ്യും. വേറെ പേരിലായിരിക്കും. അതിന് താത്വികമായ വിശകലനമൊക്കെ വേറെ നടത്തുകയും ചെയ്യും. കോൺഗ്രസ്സുകാർക്ക് വിശകലനം താത്വികമൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നമ്മുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇന്ത്യ മുന്നണിക്ക് ഉള്ള അംഗങ്ങളായ കോൺഗ്രസ് ഒഴികെ ഇതിലെ ഭൂരിപക്ഷം അംഗങ്ങളും അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിക്ക് ഒഴികെയുള്ള എല്ലാവരും BJP-ക്കൊപ്പം ഉണ്ടായിരുന്നവരാണ്. ആ ലിസ്റ്റ് എടുത്ത് നോക്ക്. എന്തിന് DMK വരെ എല്ലാവരും BJP-ക്കൊപ്പം നിന്നവരാണ്. ഇവർ നാളെ BJP-ക്കൊപ്പം പോകുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരു ഉറപ്പില്ല. മാത്രമല്ല ഇവർ ഈ പ്രാതിനിധ്യങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ട്. BJP ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ BJP മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവരുടെ പ്രാതിനിധ്യമുള്ളത് BJP-യിലാണെന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഒരു രാഷ്ട്രപതി ഇരിക്കുന്നത് തന്നെ അദ്ദേഹം അവരൊരു SC കാറ്റഗറി പെടുന്ന വ്യക്തിയാണ്. ഇവരെ അധികാരത്തിൽ രാഷ്ട്രപതി ആക്കി വെച്ചത് ഈ സർക്കാരാണ്. അപ്പൊ ഈ ഘട്ടത്തിലെല്ലാം തന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നല്ലാതെ നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി ഇതിനെ എതിർക്കണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് കൃത്യമായ തെളിവുകൾ ആവശ്യമുണ്ട്. അല്ലാതെ ഒരുമാതിരി ലോക്കൽ പാർട്ടി നേതാക്കൾ കവലപ്രസംഗം നടത്തുന്ന പോലെ അല്ല പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധിയെ പോലെ ആളുകൾ സംസാരിക്കേണ്ടിയിരുന്നത്. അതിൽ അടിസ്ഥാനപരമായി പറയുമ്പോഴെല്ലാം അബദ്ധമായി പോകുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധി പ്രസംഗം കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സുകാർ ചിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത് പറഞ്ഞതെല്ലാം അബദ്ധമാണല്ലോ. അപ്പോൾ ഇത് എന്തുകൊണ്ടൊരു ഇപ്പം ഹോംവർക്ക് നടത്തിയിട്ട് വന്നില്ല. ഇവർ ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമിയാണ് എന്ന് അവകാശപ്പെടുമ്പോൾ ഇന്ദിരാഗാന്ധി പഠിച്ചിട്ട് വരുന്ന കാര്യങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ വിഷയത്തിൽ നമുക്ക് അടിയന്തരാവസ്ഥ കാലത്തിലുള്ള ഉൾപ്പെടെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഷി വാസ് വെരി സ്ട്രോങ് ലീഡർ.
അല്ലേ? അവർക്ക് അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. മാത്രമല്ല അവർക്ക് നല്ല ഉപദേഷ്ടാക്കളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേരളത്തിലെ കെ. തൊട്ട് വലിയ നീണ്ട നിരയുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പ്രായോഗിക രാഷ്ട്രീയത്തിൽ കൂടെ വന്ന ഒരുപാട് പേര് അവരെ വിശ്വസ്തരുണ്ടായിരുന്നു. ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പിന്നീട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രധാന പൊളിറ്റിക്സിലേക്ക് വരുന്ന ആളുകൾക്ക് രാഷ്ട്രീയം അറിയാം. പക്ഷേ അച്ഛൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് രാഷ്ട്രീയക്കാരനായ പ്രശ്നമുണ്ടല്ലോ. അല്ല, അതാണ് എൻ്റെ ഒരു വിഷയം. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇവർക്ക് ഈ ഇപ്പം അങ്ങോട്ട് തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ, 5 വർഷം പോകണം. ഇനി നാളെ ഈ മറ്റേ ബില്ല് പാസ്സാവുകയാണെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഒരു വശത്ത്, ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്, അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ നാളെ ഇന്ന് ഇന്ത്യ മുന്നണി നിൽക്കുന്ന എത്ര പേർക്ക് കൂടെ കാണുമെന്ന് ആർക്കറിയാം. പക്ഷെ എന്താണെന്നറിയാം ചേട്ടാ, അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട സാധനമുണ്ട്. BJP സർക്കാർ ഇപ്പം ചേട്ടൻ തന്നെയാണെന്ന് മറുനാടനിൽ വീഡിയോ ചെയ്തിരുന്നത്, മറ്റേ സ്വർണം കൊണ്ട് പണയം വെച്ചിരുന്നത് നമുക്കത് അത്രയും കടബാധ്യത വന്നപ്പോഴാണ് സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിരുന്നത്, ബ്രിട്ടീഷ് ബാങ്കിൽ കൊണ്ടുവച്ചത്. അത് തിരിച്ചു കൊണ്ടുവന്നത് ഇവിടെയുള്ള വ്യവസായികളും ഇന്ത്യക്ക് വരുമാനം ഉണ്ടായതുകൊണ്ട് മാത്രമാണല്ലോ. അതൊന്നും മനസ്സിലാക്കാതെ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും, സത്യത്തിൽ നമുക്ക് പ്രോഗ്രസീവായി മുന്നോട്ടാണ് പോകേണ്ടത്. പ്രോഗ്രസീവായി മുന്നോട്ട് പോകണമെങ്കിൽ പ്രോഗ്രസീവായ ഐഡിയകൾ ഉണ്ടാകണം. എന്താണ് ഇവർ കൊണ്ടുവന്ന ഐഡിയ? മാത്രമല്ല ഇവർ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴെല്ലാം തന്നെ മോദിക്ക് തെളിയും ഉറപ്പായിട്ട്. ആ ഫലത്തിൽ ഒരുപക്ഷെ നമ്മുടെ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും പ്രോജക്റ്റുകൾ നടപ്പാക്കാൻ അല്ലെങ്കിൽ അതിന് ബന്ധമൊക്കെ ഉള്ള രാജ്യങ്ങളായി ചെന്നവർ പറയുന്നത്. അപ്പോൾ അവർ കരുതോ ഇവരെ നാട്ടിൽ നിന്ന് പ്രതിപക്ഷം വന്നിട്ട് അവിടെ പറഞ്ഞാൽ അവിടെ പ്രധാനമന്ത്രി കുഴപ്പക്കാരനാണെന്നാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വിചാരിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ എത്ര രാജ്യങ്ങളാണെന്ന് നമ്മൾ ഓരോ സംരംഭങ്ങൾ നടത്തുന്നത്. ഇന്ന് ഇറാനിൽ പോലും അവിടെ ചബർ തുറമുഖം നമ്മൾ ഇന്ത്യ നടത്തുന്നുണ്ട്. അതുപോലെ എത്രയോ രാജ്യങ്ങളിൽ അതുകൊണ്ടാണത് നമ്മൾ അതിശക്തമായ സാമ്പത്തിക ശക്തിയും വലിയ പ്രതിരോധ സംവിധാനമൊക്കെ ഉള്ള വലിയ രാജ്യമാണ് നമ്മൾ. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്തുകൊണ്ടാണ് ഈ നമ്മൾ ഒരിക്കലും, സത്യത്തിൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനത്തെ നാഷണൽ ഇന്റർനാഷണൽ വിഷയങ്ങൾ വരുമ്പോൾ വളരെ പാർഷ്യലായാണ് നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലൊരു മോദി വിരുദ്ധത അല്ലെങ്കിൽ അവർക്കിഷ്ടം, ഞാൻ പറഞ്ഞത് അവർക്ക് മോദി ഇഷ്ടമില്ലായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ എതിർപ്പുണ്ടായിരിക്കും. പക്ഷേ അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ രാഷ്ട്രം എന്ന നിലയിലേക്ക് ഐക്യപ്പെടാനും അതിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയാൻ നമുക്ക് പറ്റണമല്ലോ. അത് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഇപ്പം മനോജ് ഒരു മഹാകാര്യം ചെയ്തല്ലേ, ഞാൻ പറയും തിരക്കടില്ല, കുഴപ്പമില്ല. പക്ഷെ മനോജ് ഒരു അബദ്ധം കാണിച്ചു നോക്കട്ടെ, ഞാൻ മനോജ് എവിടെ പഠിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ഷൗട്ട് ചെയ്യില്ലേ. അതാണ് നമ്മുടെ നാട്ടിൽ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ മുന്നണി, ഇപ്പം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഒന്ന് നമ്മൾ കണക്കെടുത്ത് നോക്ക്. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് അങ്ങനെയാണ് ജയിച്ചത്, കുറച്ച് സീറ്റേ കിട്ടിയുള്ളൂ. എന്നിട്ട് പോലും അത് മഹാവികാസ് അഘാടി സഖ്യമൊക്കെ ഉണ്ടായിരുന്നു, അത് മറ്റുള്ളവരുടെ കൂടെ നിന്ന് ജയിച്ചു. പല സംസ്ഥാനങ്ങളും എന്താണ് സംഭവിച്ചത്, ആരെങ്കിലും കൂടെ നിന്നാണ് ജയിച്ചത്. ഉത്തർപ്രദേശ് പൊക്കോട്ടെ, അവിടെ മലേഷ് യാദവിൻ്റെ പാർട്ടിയുണ്ട്, ബീഹാറിൽ ലാലുവിൻ്റെ പാർട്ടിയുണ്ട്, ഇവരൊക്കെ വാലായി നിൽക്കാനേ വരുന്നുള്ളൂ. അതേസമയം ഈ ഉത്തരേന്ത്യയുടെ ഹൃദയഭൂമി എന്ന് പറയുന്ന രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല നമ്മളെ ഇതിനകത്തൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മുന്നണികളായി മാത്രം കോൺഗ്രസിന് വലിയൊരു പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച അവസരങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്കതിന് സാധിക്കാത്തത് അവർ സ്വയം വിമർശനത്തിന് പോലും തയ്യാറാവുന്നില്ല എന്നാണ്. ഇവർ അംബാനിക്കും അദാനിക്കും എതിരെ കടന്ന് ബഹളം വയ്ക്കുന്നു. നമ്മുടെ നാട്ടിലിപ്പോൾ പല പ്രമുഖ വ്യവസായികളും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നു. നിക്ഷേപങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഞാൻ പറയുന്നില്ല, ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലേക്കും ഗുജറാത്തിലുമൊക്കെ വലിയ നിക്ഷേപങ്ങൾ വരുന്നു. ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മിടുക്കൊണ്ട് മാത്രമല്ല, കേന്ദ്രതലത്തിൽ നമുക്കുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ വലിയ രീതിയിൽ മാറ്റിയതുകൊണ്ടാണ് നിക്ഷേപങ്ങൾ വരികയും അതിലൂടെ തൊഴിൽ സാധ്യത ഉണ്ടാവുകയും അതിൻ്റെ നികുതി പണം സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഖജനാവിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല മാറ്റങ്ങളുണ്ടെങ്കിൽ നല്ല മാറ്റങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഇനി ഇന്ത്യ മുന്നണിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലും പലയിടങ്ങളിലും അവർ കാര്യക്ഷമമായ വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഭ കൊണ്ടുവന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ശക്തി കൊണ്ട് തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം ചേട്ടാ, ഒരൊറ്റ പാർട്ടിക്കെതിരെയാണ് ഇവിടെ ഇത്രയും പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നത് അവരുടെ ഒരു വീഴ്ചയായി പോലും ഇവർ കണക്കാക്കിയില്ല. പ്രതിപക്ഷമായത് വലിയ സംഭവമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ആത്മവിമർശനം അല്ലെങ്കിൽ ഉള്ളോട്ട് നോക്കി എന്താണ് ഞങ്ങൾക്ക് പറ്റിയെന്ന് അന്വേഷിക്കുന്ന പരിപാടി അവിടെ സാധാരണ കോൺഗ്രസിന് എപ്പോഴും തിരിച്ചടി വന്നാൽ ഒരു കമ്മിറ്റി നിയമിക്കും. എന്ത് കമ്മിറ്റി? കേരളത്തിൽ പണ്ട് ഓർമ്മ ഉണ്ടായിരിക്കും, കേരളത്തിൽ തെന്നല കമ്മിറ്റി ഉണ്ടായിരുന്നു. പണ്ട് കേരളത്തിൽ കോൺഗ്രസിൽ എന്ത് സംഭവിച്ചാലും തെന്നല ബാലകൃഷ്ണൻ വളരെ സമുന്നതനായ നേതാവ്, അദ്ദേഹം വളരെ ഒരു നല്ല മനുഷ്യനായ നല്ല സത്യസന്ധനായ മനുഷ്യനാണ്. തെന്നല കമ്മിറ്റി ഉണ്ടാക്കും, തെന്നലയും അദ്ദേഹം അധ്യക്ഷൻ, വേറെ എന്താണ് കോൺഗ്രസ് അംഗങ്ങളെ കമ്മിറ്റി ഉണ്ടാക്കും. പിന്നെ ഈ കമ്മിറ്റിക്ക് ഒന്നും സംഭവിച്ചാലും അന്വേഷിക്കില്ല. അപ്പോൾ അത് പണ്ടാക്കി ഒരിക്കൽ ആരോ ഇങ്ങനെ ഏതോ പ്രമുഖ കോൺഗ്രസ് നേതാവിനോട് ആരും ചോദിച്ചു, ഏതോ വിഷയത്തിൽ തെന്നല കമ്മിറ്റി ഉണ്ടായിരുന്നില്ല, എന്തായി എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പാടിയത് ദേവലോക രഥവുമായി തന്നെ എന്നുള്ള പാട്ട് പാടിക്കൊടുത്തു.
അത്രയേ ഉള്ളൂ. അല്ല അത് ഇത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിച്ചില്ലെങ്കിലേ ഈ പാർട്ടിയുടെ ഇല്ലാതായി പോസാനും അതെ. കേരളത്തിൽ കാണുമായിരിക്കും. CPM അവസ്ഥ കോൺഗ്രസിനും അതെ തീർച്ചയായും. CPM കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ, നാഷണൽ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല. ഇല്ല അതുപോലെ അവര് എണ്ണത്തിൽ കുറവും അവര്. പക്ഷെ അത് കനലൊരു തരി മരി എന്നൊക്കെ പറഞ്ഞ് ആത്മഗതം കൊണ്ട് സമാധാനപ്പെടട്ടെ. നമ്മൾ എന്തായാലും അവരെ കൂടുതൽ വിഷമിപ്പിക്കണം. എന്തായാലും എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാര്യം അവർ ഇനി എന്ത് ചെയ്യുന്നു എന്നത് ആളുകൾ വിലയിരുത്തും. അത് കോൺഗ്രസിന്റെ നിലപാടുകളിലായിക്കൊള്ളട്ടെ. കാര്യം ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടുന്ന് ജയിച്ചു, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമക്കളാണെന്നുള്ളതും അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ ഇതെന്നുള്ള പിൻബലത്തിന്റെ ഒരു പ്രഭ മാത്രമാണ്. ഇനി ഇതൊന്നും അറിയില്ലാത്ത ഈ കോൺഗ്രസിന്റെ രാജകീയ കാലമൊന്നും അറിയില്ലാത്തൊരു തലമുറയാണ് ഇനി വരുന്നത്, അല്ലേ? ആ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പണ്ട് അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഇനി ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇനി എങ്ങനെയാണ് നിങ്ങളൊരു നല്ല പ്രതിപക്ഷമായിരിക്കുന്നത്, നിങ്ങളുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് എന്നതുകൂടി മനസ്സിലാക്കാതെ കൂടുതൽ ഇങ്ങനെ എന്താ പറയുക, രാജ്യസഭയിൽ കയറി ലോക്സഭയിൽ കിടന്ന് ബഹളം വെച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഈ പ്രതിപക്ഷത്തിന് കിട്ടിയ ഏറ്റവും നല്ല അവസരമായിരുന്നു ഇപ്പോൾ ഈ ലോക്സഭാ സമ്മേളനം. അവർക്ക് അവിടെ അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാം, ബഹളം വയ്ക്കണ്ട, അവർക്ക് അവതരിപ്പിക്കാം, ചർച്ച നടത്താം. അതിന് പകരം രാവിലെ എണീറ്റ് ബഹളം വെച്ച് സഭ പിരിയുക എന്നുള്ളത് അതൊരു ജനാധിപത്യ മര്യാദയല്ല, രസമായി മാറി. ആ രസമായി മാറി. പണ്ടും ഒരുപാട് വലിയ മഹാന്മാരായ ആളൊക്കെ പാർലമെന്റ് അസംബ്ലിയിൽ കൊണ്ടെങ്കിൽ പോലും അവർ ഇത്തരത്തിൽ സഭ തടസ്സപ്പെടുന്ന രീതിയിൽ ഒരിക്കലും പെരുമാറില്ലായിരുന്നു കേട്ടിട്ടുണ്ട്. വാക്കൗട്ടൊക്കെ നടത്തും, വാക്കൗട്ടെടുത്ത് തിരിച്ചു വരുമല്ലോ, തിരിച്ചൊന്ന് അതൊരു പ്രതീകാത്മകമാണ്. ഈ നാട്ടിൽ പല ആളും കരുതിയിരിക്കുന്നത് വാക്കൗട്ടെടുത്ത് ഇറങ്ങി വീട്ടിൽ പോകുന്നതാണ്. അതുകൊണ്ട് ആ അതൊരു പ്രതീകാത്മകമാണ്, അവർ പ്രതിഷേധിച്ചു. അപ്പം ഈ ഇവരെല്ലാവരും അന്നത്തെ കാലത്ത് നെഹ്റുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പാർലമെന്റ് ഉള്ളപ്പോൾ അദ്ദേഹം എങ്ങും പോകില്ലായിരുന്നു എന്നാണ്. രാവിലെ തൊട്ട് പാർലമെന്റ് എപ്പോൾ പിരിയുന്നോ അതുവരെ കുത്തിയിരിക്കുന്നതാണ്. നമുക്കറിയാം നമ്മുടെ ഒരു ജനാധിപത്യം അതിനൊരു എവല്യൂഷൻ ഉണ്ടായ ഒരു കാലഘട്ടം കൂടെയാണ്. ഒരുപാട് നിയമനിർമ്മാണങ്ങളും കാര്യങ്ങളും നടക്കുമ്പോൾ പ്രധാനമന്ത്രി അവിടെ ഇരിക്കുകയാണ്. പ്രതിപക്ഷത്താണെങ്കിൽ അന്ന് AKG പോലുള്ളവരുണ്ട്, അല്ലെങ്കിൽ വലിയ പ്രമുഖരായ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരവരുടെ കഥ നല്ല ബന്ധത്തിൽ പോവുകയും വളരെ ഭംഗിയായ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ മണിപ്പൂരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സത്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടാൽ അതൊക്കെ വളരെ സുഗമമായി പരിഹരിക്കാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അതിനകത്ത് അവർക്ക് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. കാര്യക്ഷമമായ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉന്നയിക്കപ്പെടുന്നില്ല. അങ്ങനത്തെ അടിസ്ഥാനപരമായി അടിയന്തര ശ്രദ്ധ വേണ്ടുന്ന പ്രദേശങ്ങളിലേക്കൊന്നും ഇവരുടെ ശ്രദ്ധ പോകുന്നില്ല. ഇവർക്ക് കുറെ ബഹളം വെക്കണം. മാത്രമല്ല നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ സ്വാതന്ത്ര്യ മാഞ്ചോളത്തെ രാജ്യമാണ് നമ്മൾ അപ്പുറത്ത് ബംഗ്ലാദേശ്. അവിടെ ഇപ്പോൾ നടക്കുന്ന മുഴുവൻ ഇന്ത്യ വിരുദ്ധ പരിപാടികളും അവിടുത്തെ ബാഗ് ഇട്ടിട്ട് കാര്യമില്ല. അതിന് വേണ്ടത് നമ്മുടെ പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിക്കുകയും സർക്കാരിനെ കൊണ്ട് അക്കാര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ബംഗ്ലാദേശ് ഒന്നും അല്ല എങ്കിൽ പോലും പ്രതിപക്ഷത്തിന് ചോദിക്കാം, നമ്മുടെ അയൽ രാജ്യമാണ്. കാരണം അവിടുന്ന് ഒരുപക്ഷെ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടുതൽ വിഷയങ്ങൾ വന്നാൽ. അവിടെ ഇങ്ങനെ പാവ സർക്കാരാണ്, ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചാണ്. ഇന്ത്യ പോലെ രാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് ഇടപെടുകയൊക്കെ ചെയ്യാം. നമ്മൾ അവിടുത്തെ യുദ്ധം ചെയ്യണമെന്നല്ല പറഞ്ഞത്, പക്ഷേ ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി ഞങ്ങൾക്ക് അറിയണം. അതല്ലെങ്കിൽ ഒരു ഡെലിഗേഷൻ പോട്ടെ ബംഗ്ലാദേശിലേക്ക്, പ്രതിപക്ഷം ഭരണകക്ഷിയുടെ ഒരു ഡെലിഗേഷൻ ഇവിടെ ഒരു വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോയി ഇന്ത്യക്കാരെ ഉദ്ധരിക്കണം, പരിപാടി നടത്തണമല്ലോ. നമ്മൾ ചർച്ച നടത്തണം. അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ പോലുള്ള വലിയ പ്രസ്ഥാനങ്ങളെ വിളിച്ചിട്ട് പറയണം. അന്നേരം അതിന് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആര് കൊണ്ടുപോകും എന്നൊരു ചോദ്യം കൂടെ വരും. അവിടെയാണ് ഇന്ത്യക്കാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവിടെ ഒരു പ്രധാന പ്രശ്നമുണ്ട്. മാത്രമല്ല ഈ ഫലസ്തീനിന്റെ ബാഗ് ഇട്ടുകൊണ്ട് വന്ന പ്രിയങ്ക ഗാന്ധി അടിസ്ഥാനപരമായി ഇവരുടെ വോട്ട് ബാങ്ക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഫലസ്തീൻ അനുകൂലമായി നിൽക്കുമ്പോൾ മാത്രമാണ്. പക്ഷെ അങ്ങനെ അല്ലാതെയും കൂടെ ചിന്തിക്കാനുള്ളൊരു എന്നാ വേണം, ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കാമല്ലോ, ആരുടെയും പക്ഷത്ത് നിൽക്കണ്ട. ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരാണെങ്കിലും നമ്മൾ ഇസ്രായേലിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ചെയ്യുന്ന ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം വന്നപ്പോഴൊക്കെ ഇന്ത്യയുടെ നിലപാടുണ്ടായിരുന്നു. അല്ല, ഇസ്രായേൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ച് അംഗീകരിച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത്. വെടിനിർത്തണം തന്നെയാണ് നിലപാട്. മാത്രമല്ല നമ്മൾ ഫലസ്തീൻ ജനതയ്ക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹമാസ് ഇവിടെ ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫലസ്തീനും ഹമാസ് ഒന്നാണ് എന്ന രീതിയിൽ അവർക്കറിയാം അതാണ് ജനങ്ങളെ. അപ്പം ഹമാസിനെതിരെ പറഞ്ഞാൽ ആർക്കൊക്കെ പൊള്ളും എന്നറിയാം. ഇപ്പൊ വഖഫ് ഒരു പ്രധാന വിഷയമായിരുന്നു. വഖഫിലെ അമെൻമെന്റിനകത്ത് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ബി ജെ പി ബില്ല് കൊണ്ടുവരേണ്ടോ? ഈ വിഷയങ്ങൾ എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്യണം. മുനമ്പത്ത് വലിയൊരു മുനമ്പം മാത്രമല്ലല്ലോ, 14% വഖഫിന്റെ പ്രോപ്പർട്ടികൾ ഉത്തർപ്രദേശിലാണ്. എത്രയോ പ്രദേശങ്ങളിൽ വഖഫ് ഭൂമിയും ആണെന്ന് ക്ലെയിം ചെയ്ത് പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. ഇതൊന്നും സംസാരിക്കാതെ ഇങ്ങനെയുള്ള വിഷയം, ജനകീയ വിഷയങ്ങളെ പുനർനിർമ്മാണം ചോദിച്ചോ? ഞാൻ ആലോചിക്കായിരുന്നു സത്യത്തില് ശരിക്കും NK പ്രേമേന്ദ്രനാണ് വയനാട് MP ആയിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ ദുരന്തം കഴിയുമ്പോണ്ടല്ലോ അദ്ദേഹം പാർലമെന്റിൽ അദ്ദേഹം അവരെ ഈ മന്ത്രിമാരെയും പ്രധാനമന്ത്രി ഇരിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അദ്ദേഹം ഓരോരോ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് പ്രസന്റ് ചെയ്ത്
അവിടെ അവതരിപ്പിക്കും. ഇതേ എന്താണെന്നറിയോ വയനാട്ടിൽ പ്രശ്നം? വയനാട്ടിൽ സത്യത്തിൽ ഒന്ന് തദ്ദേശീയ പൊളിറ്റിക്സ് അറിയില്ലാത്ത അല്ലെങ്കിൽ തദ്ദേശീയമായിട്ടുള്ള ഒന്ന് ഇപ്പൊ വേറെ ഏതെങ്കിലും ജില്ലയാണെന്നും കുഴപ്പമില്ല, ഇവരോട് മര്യാദയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെങ്കിലും ആയിരിക്കണം. ഒരു VIP ആയി നിന്ന് ഞാൻ വയനാട്ടിലെ പ്രചരണത്തിന് 10 ദിവസം ഉണ്ടാവുള്ളൂ എന്ന് ഒരാൾ ഒരു MP ആണ് പറയുന്നത്. കേരളത്തിൽ എത്ര MP മാരുണ്ട്, അതിൽ ഒരു MP വരുമ്പോൾ ഇവിടുത്തെ KPC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് എല്ലാവരും അവിടെ പോയി ഹാളിനെ നിൽക്കുക, കൈകെട്ടി നിൽക്കുകയാണ്. വയനാട്ടിൽ ജനങ്ങൾ സത്യത്തിൽ ഇത് മനസ്സിലാക്കേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എന്താണ് രാഹുൽ ഗാന്ധി? പലപ്പോഴും പല ഘട്ടങ്ങളിലും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വയനാട്ടിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവരോട് ചോദിച്ചു എന്ത് കിട്ടി രാഹുൽ ഗാന്ധി ചെയ്തിട്ട്? ഒന്നും കിട്ടിയെന്നില്ല, പിന്നെ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് അറിയില്ല. അതാണ് മനസ്സിലായി. അവർ ആ ഒരു എന്തെങ്കിലും VIP ആയതുകൊണ്ട് പ്രയോജനം കിട്ടിയോ ഇവർക്ക്? ഇടതുപക്ഷമാണ് BJP ആണെങ്കിലും ഞങ്ങളെന്തായാലും തോറ്റു ആരെങ്കിലും പിടിച്ചെടുത്താന്ന്. അതാണ്. മാത്രമല്ല അതിനകത്ത് വ്യക്തമായിട്ട് പ്രത്യേകിച്ച് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി നിന്നാൽ എന്തായാലും ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് വേണ്ടുന്ന ഒന്നും തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തു കൊടുത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാവും. കാരണം അത് നടക്കില്ല. ഇനി ആ സങ്കല്പം പൊളിയും. കാരണം ഓരോന്നായിരുന്നു ചാടും. നിതീഷ് കുമാർ പണ്ട് ഇത് രൂപീകരിക്കാൻ വന്ന ആളാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇവർ മുന്നണി ഉണ്ടാക്കി, അതിന് കൺവീനറുണ്ടോ? ആര് കൺവീനറൊന്നും ഇല്ല. ഒരു മുന്നണി സംവിധാനം നമ്മൾ കേരളത്തിൽ ഇപ്പോൾ LDF UDF ആണെങ്കിൽ പോലും അതിൻ്റെ ചെയർമാനുണ്ട്, ഒരു കൺവീനറുണ്ട്, അവർ ഇടയ്ക്ക് യോഗം വിളിച്ചു കൊടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ടുണ്ട്. ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ മമതാ ബാനർജിക്ക് ഇന്ത്യ മുന്നിൽ ഉണ്ടോ ഇല്ലെന്ന് തന്നെ അറിഞ്ഞുകൂടാ. ചിലപ്പോൾ മമത പറഞ്ഞാൽ ഉണ്ടെന്ന്, ചിലപ്പോൾ പറഞ്ഞാൽ ഇല്ല എന്ന്. അപ്പോൾ അക്കാര്യത്തിൽ പോലും ഒരു ക്ലാരിറ്റി വരുത്താം. അത് ഇടതുപക്ഷ പാർട്ടികൾ മുന്നണിയിലുണ്ട്. കേരളത്തിൽ അവർ പരസ്പരം മത്സരിക്കുന്നു. അപ്പോൾ ഇതിനൊന്നും യാതൊരു തരത്തിലുമുള്ള ഒരു ഏകോപന വ്യവസ്ഥ വെള്ളിയാഴ്ചയില്ലാത്ത രീതിയിലാണ് കാര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി വലിയ താമസിയാതെ ഒരു സ്വപ്നം മാത്രമായി, സങ്കല്പം മാത്രമായി മാറും. അതല്ലെങ്കിൽ അത് പക്ഷേ BJP അല്ലെങ്കിൽ ഒരു ഹൈജാക്ക് ചെയ്തത് കൊണ്ടാണെന്ന് വ്യാഖ്യാനിക്കപ്പെടരുത്. മറിച്ച് ഇവർക്ക് ഇവരുടെ രാഷ്ട്രീയമില്ലാത്തതിന്റെ പ്രശ്നമാണ്. ഒരുപക്ഷെ കോൺഗ്രസ് മുക്ത ഇന്ത്യ മുന്നണിയാണോ ഇത് പല ഘടകങ്ങളും ഉദ്ദേശിക്കണമെന്ന് പോലും നമ്മൾ സംശയിച്ചു പോകുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള നേതൃത്വം ഇക്കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഗൗരവകരമായി എടുക്കുന്നില്ല എന്ന് ഇന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പാർലമെന്റ് നടപടി സംഭവിപ്പിക്കാനല്ലാതെ അവിടെ ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ച് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും സർക്കാരിനെ വിമർശിക്കാനും ഒക്കെ ഏറ്റവും നല്ല അവസരം എന്ന് പറഞ്ഞാൽ പാർലമെന്റാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പരിഹാരം ആര് കാണുമെന്ന് നമുക്കിപ്പോഴും അറിയില്ല. പണ്ട് പറഞ്ഞ പോലെ എല്ലാത്തിനും ഹൈക്കമാൻഡ് ഉണ്ടെന്ന് പറയുമായിരുന്നു. അവസാനം എന്ത് ഹൈക്കമാൻഡാണെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ഒരുപക്ഷെ കോൺഗ്രസ് നാളെ പുറത്തു പോകേണ്ടി വരും. ബാക്കി എല്ലാവരും കൂടി ഇന്ത്യ മുന്നണി നയിക്കുന്ന ഒരവസ്ഥ വരും. നാളെ ചിലപ്പോൾ മമതാ ബാനർജി ആയിരിക്കും ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പോലും രംഗത്തെത്തുക. നമസ്കാരം.